ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യെറ്റ് അനദർ വ്ളോഗ് ഓഫ് മലയാളി അമ്മ ബൈ രമ്യ. അപ്പോൾ നമുക്ക് രാവിലത്തെ വ്ളോഗ് ചായയിൽ തുടങ്ങിയാലോ. എൻ്റെ ചായപൊടി കൈപ്പിലേക്ക് തന്നെ കുഞ്ഞെണീറ്റുണ്ടായിരുന്നു. അപ്പോൾ അവർ ഉണ്ടാക്കി വെച്ച അമൃതം പൊടി ഞാൻ കൊടുത്തു. അമൃതം പൊടി 7ാം മാസം തൊട്ട് അംഗൻവാടിയിൽ നിന്ന് കൊടുക്കുന്നതാണ്. 6 പാക്കറ്റ് കിട്ടുന്നുണ്ട്. അതിൽ ഓരോ പാക്കറ്റും 500 ഗ്രാം വെച്ചിട്ടാണ്. അപ്പോൾ അത് വെച്ചിട്ട് അമൃതം പൊടിയാണ് ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കൽ. ഇതിപ്പോൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് ഇരിക്കുന്ന ടൈമിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. അങ്ങനെ ഞാനൊരു വാൾ ഡെക്കർ ആക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ കാണുന്ന ഓരോ കോളത്തിൻ്റെയും വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഈ കാണിച്ച പോലെ മുറിച്ചെടുക്കുക. മുറിച്ചെടുത്തതിന് ശേഷം ഫെവിക്കോൾ വെച്ച് അതിൻ്റെ കോർണേഴ്സ് ഒട്ടിച്ചാൽ മതി. അത് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ നടുക്ക് എഴുതി കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ നല്ല രസമായിരിക്കും. ചുമരുമ്മൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും വളരെ വേഗം കടന്നു പോകുമല്ലേ. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയമെങ്കിലും മാറ്റി വെക്കണം. ഇത് ഞാൻ ജസ്റ്റ് വൈറ്റ് പേപ്പറിൽ ചെയ്തതേ ഉള്ളൂ. ഇത് നമുക്ക് വേണമെങ്കിൽ കളർഫുൾ പേപ്പേഴ്സിലോ അല്ലെങ്കിൽ ഗ്ലിറ്റർ പേപ്പറിലോ ചാർട്ടിലോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ വാളിൽ ചുമരുമ്മിൽ ഒട്ടിക്കാവുന്നതേ ഉള്ളൂ. ഇത് അങ്ങനെ ഫൈനലി ഇത് റെഡിയായി. അപ്പം ഞാനത് മടക്കുകയാണ്. മടക്കി അതിൻ്റെ കോർണേഴ്സ് എല്ലാം മടക്കി ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുകയാണ്. ഫൈനലി അത് റെഡിയായി. അപ്പം ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായോ? ഓക്കെ, അങ്ങനെ നമ്മളെ പണിയെല്ലാം കഴിഞ്ഞ് ക്രാഫ്റ്റ് വർക്ക് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഇപ്പം പഴം പൊരിച്ചു. ഇത് കുറച്ച് ബേക്കറിയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളാണ്. ഗസ്റ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാൻ ഫാസ്റ്റ് അടിച്ച് കാണിക്കുകയാണ്. തുണിയൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു, എല്ലാം മടക്കി വെച്ച് അങ്ങനെ ഇത് ഈവനിങ് ടൈമായി. പിന്നെ വിചാരിച്ചു വൈകുന്നേരം അമ്പലത്തിൽ പോകാമെന്ന്. അപ്പം ഡ്രസ്സ് അയൺ ചെയ്യാണ്. അമ്പലത്തിൽ ഞങ്ങൾ നാട്ടിൽ തന്നെ ഇല്ല അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് ചെറിയൊരു മഴക്കാറുണ്ടായിരുന്നു. ഒരു അത്ര വെയിലൊന്നുമില്ല, അത്ര ഉച്ച സമയത്തേ ഉണ്ടൊരു മഴക്കാറ് പോലെ. അപ്പം അയൺ ചെയ്തു, ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് റെഡിയാക്കി വെച്ച്. എനിക്കൊരു ചെറിയ കോൾഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഡോക്ടറെ കൂടി കാണിച്ചു അമ്പലത്തിൽ പോകുന്ന വഴിക്ക്. ഇത് നമ്മുടെ ടൗണാണ്. ഇപ്പോൾ രാത്രി സമയം. അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ പോയി സന്ധ്യ സമയത്ത് ദീപാരാധന ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിൽ ക്യാമറയൊന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വീഡിയോ ഷൂട്ടിംഗ് ഒന്നും പറ്റാത്തത് കൊണ്ട് തന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുഞ്ഞുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അവനിങ്ങനെ രാത്രി അങ്ങനെ പുറത്ത് പോയിട്ടില്ല അവൻ ഇതുവരെ. അപ്പം ഈ ലൈറ്റ്സും അതും ഇതെല്ലാം കണ്ട് കടയിലെ ആയാലും വണ്ടിയിലെ ആയാലും ലൈറ്റ്സ് എല്ലാം കണ്ടിട്ട് അവനിങ്ങനെ അത് നോക്കിയിരിക്കുമായിരുന്നു. അവനതൊരു കൗതുകം പോലെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു അതെല്ലാം കണ്ടിട്ട്. വന്നപാട് തന്നെ അവന് ചൂടുണ്ടായിരുന്നു. മുത്താറി കാച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ചൂടുള്ളതുകൊണ്ട് ഞാൻ തടയാൻ വെച്ചു. അപ്പോൾ വന്നപാട് തന്നെ അതവന് കൊടുത്തു കുടിക്കാൻ. വിശക്കുന്നുണ്ടാവും വിചാരിച്ചു. അപ്പോൾ ഇന്ന് സിമ്പിളും ഈസി ആയ ഒരു റെസിപ്പി നോക്കാം നമുക്ക്. ബ്രെഡ് പോഹ എന്ന് പറയുന്നതിന് ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ്, റെസിപ്പിയാണ് കേട്ടോ. അത് നമുക്ക് സിമ്പിളായി ഉണ്ടാക്കാം. അതായത് ബ്രെഡ് നമ്മൾ ഇതുപോലെ സ്ലൈസാക്കി മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം തന്നെ അരിഞ്ഞ് വൃത്തിയാക്കി വെക്കുക. കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം അരിഞ്ഞിടുക. തീരെ ഒട്ടും സമയം കുറവുള്ള സമയങ്ങളിൽ നമുക്ക് വളരെ ഈസിയായി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട. ഇതേപോലെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ. ബ്രെഡ് അല്ലെങ്കിൽ ചപ്പാത്തി ആയാലും ചപ്പാത്തി പരത്തി ചുട്ടതിന് ശേഷം നമ്മൾ മുറിച്ച് കഷ്ണങ്ങളാക്കി ഈ ബ്രെഡിന് പകരം നമുക്ക് ആ മുറിച്ച ചപ്പാത്തി കഷ്ണങ്ങളിട്ട് തക്കാളിൻ്റെ ഉള്ളിൻ്റെയും കൂടി വേവിച്ചെടുത്താൽ മതി. സംഭവം റെഡിയായി. പക്ഷേ അത് ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ അതുപോലെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ തക്കാളി, ഉള്ളിയും പച്ചമുളകും ആണ് ഇപ്പോൾ എടുത്തിട്ടില്ല, വെളുത്തുള്ളി ഒന്നും എടുത്തിട്ടില്ല. അതെല്ലാം കൂടി ഞാൻ അരിഞ്ഞിട്ടതിന് ശേഷം നമ്മളത് അപ്പോൾ ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട്, അതായത് മുറിച്ച് വെച്ച ഓരോ കഷ്ണങ്ങളായിട്ട് ഇടുക. അതായത് തക്കാളി, ഉള്ളി, പച്ചമുളക് ഓരോന്നായിട്ട് ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക, അത് കളർ മാറുന്നവരെ. അപ്പോൾ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, പറങ്കിപ്പൊടി എല്ലാം നമ്മൾ ആവശ്യത്തിൻ്റെ മസാല പൊടികളെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം അറിയാമല്ലോ എല്ലാവർക്കും. അതെല്ലാം ഇട്ട് ഉപ്പ് എല്ലാം ആവശ്യത്തിന് ഇട്ട് നമ്മൾ വേവിച്ചെടുക്കുക. അതിനുശേഷം ജസ്റ്റ് ബ്രെഡ് ആഡ് ചെയ്താൽ മതി. ബ്രെഡ് ആഡ് ചെയ്ത് കുറച്ച് സമയം 2 മിനിറ്റ് ഇളക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ സംഭവം റെഡിയായി. നമുക്ക് വളരെ ഈസിയായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. കുറച്ച് കരിവേപ്പില കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ.
ഓക്കെ, ഫൈനലി നമ്മുടെ സാധനം റെഡിയായി. നമ്മുടെ ബ്രെഡ് പോഹ റെഡിയായി. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.